കർത്താവ് ഈ ഭൂമിയിൽ മനുഷ്യനെ പഠിപ്പിച്ചത് ഒരു പൂർണ്ണ സുവിശേഷമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം സുവിശേഷം എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും സ്വർഗത്തിൽ മനുഷ്യൻ ചെന്നിരിക്കുന്ന ആ ഒരു പ്രക്രിയയാണ്. അതിനുവേണ്ടി മനുഷ്യരെ ഒരു വണ്ടിയെ കയറ്റി കൊണ്ടുപോകുന്ന, ആത്മാക്കളെ കൊണ്ടുപോകുന്ന ഒരു ശുശ്രൂഷയാണ് സുവിശേഷമെന്നാണ്. അല്ല, സുവിശേഷമെന്നാൽ മനുഷ്യൻ ഭൂമിയിലും മനുഷ്യനായി ജീവിക്കുവാൻ അവനെ അഭ്യസിപ്പിക്കുന്നത് മുതലാണ് തുടങ്ങുന്നത്. അങ്ങനെയാണ് കർത്താവ് ചെയ്തത്. മനുഷ്യനെ നന്നായി ബഹുമാനിക്കണം. ശിഷ്യന്മാരോട് കർത്താവ് ഒരിക്കൽ പറഞ്ഞു, ഒരുവൻ നിങ്ങളെ ഒരു വിരുന്നിന് ക്ഷണിച്ചാൽ നിങ്ങൾ പൊടുന്നനവേ ചെന്ന് പെട്ടെന്ന് അവിടുത്തെ ഏറ്റവും മുഖ്യ അതിഥികൾ ഇരിക്കുന്ന കസേരയിൽ പോയി ഇരിക്കരുത്. നിങ്ങൾ ഏറ്റവും കുറഞ്ഞ കസേരയിൽ പോയിരിക്കണം. കാരണം നിങ്ങളെക്കാളും ബഹുമാനമേറിയ ഒരു വ്യക്തിയെ, പ്രധാനപ്പെട്ട ഒരു വ്യക്തിയെ ആ വീട്ടുടയവൻ ക്ഷണിച്ചിട്ടുണ്ടായിരിക്കാം. അവൻ വരുമ്പോൾ അവൻ ഇടമില്ലാതിരിക്കുന്നുണ്ട് നമ്മളെ എണ്ണിപ്പിക്കുവാൻ ഇടയാക്കരുത്. അതുകൊണ്ട് നീ അതിനൊരു പക്ഷെങ്കിൽ യോഗ്യനാണെങ്കിൽ ആ വീട്ടുടയവൻ നിന്നെ ക്ഷണിച്ചു കൊണ്ടുവന്ന് അവിടെ ഇരുത്തും. അതിനുവേണ്ടി കാത്തിരിക്കണം. നോക്കൂ, എത്ര മനോഹരമായ ഒരു ഉപദേശം. അതിൻ്റെ അർത്ഥം, ഒരു കൂട്ടം മനുഷ്യരെ ഒരു ബസ്സിലോ ട്രെയിനിലോ പ്ലെയിനിലോ കയറ്റി സ്വർഗത്തിൽ കൊണ്ടുപോകുന്നതിന് അതിനുവേണ്ടിയുള്ള ചില കാര്യങ്ങൾ ചെയ്യുവാനല്ല മനുഷ്യപുത്രൻ വന്നത്. അതിനുവേണ്ടി മാത്രമല്ല, ഈ ഭൂമിയിൽ വെച്ച് മനുഷ്യനെ ബഹുമാനിക്കുന്നവരും മറ്റുള്ളവരെ മനസ്സിലാക്കുന്നവരുമായി തീരണം. അങ്ങനെ ഒരു കൂട്ടരെ മാത്രമേ സ്വർഗത്തിൽ ഇരുത്തുവാൻ പറ്റുള്ളൂ. ഇല്ലായെങ്കിൽ നാം അവിടെ ചെല്ലുമ്പോൾ നാം പ്രതീക്ഷിക്കാത്ത ചിലരെ സ്വർഗ സിംഹാസനങ്ങളിൽ കാണുമ്പോൾ സ്വർഗീയ ഭാഷയിൽ നമ്മൾ അവരെ നിന്ദിക്കും. സ്വർഗം കേടായിപ്പോവും, വഷളായിപ്പോവും. അത് പൊല്യൂഷനാകും. നമ്മൾ നിമിത്തം സ്വർഗീയ തലങ്ങൾ അശുദ്ധമായി പോകും. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് മനുഷ്യൻ സ്വർഗീയമായ ഭാഷകളിലും സ്വർഗീയമായ സ്വഭാവവും ഈ ഭൂമിയിൽ വെച്ച് അവൻ്റെ ജീവിതത്തിൽ അനുവർത്തിച്ച് അവൻ പക്വമാക്കപ്പെട്ടെങ്കിൽ മാത്രമേ സ്വർഗത്തിൽ അവനെ കൊണ്ടിരുത്തുവാൻ കഴിയുകയുള്ളൂ. സ്വർഗം ദൈവം ചിന്തിക്കുന്ന, മാനിക്കുന്ന, ദൈവം അവൻ്റെ ഹിതത്തിനനുസരിച്ച് അവന് പ്രസാദകരമായിട്ടുള്ളതായ ചില വ്യക്തിത്വങ്ങളെ മാനിക്കുന്ന ഒരു സ്ഥലമാണ് സ്വർഗം. അതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. നോക്കൂ, വളരെ മനോഹരമായ ഒരു ഉപമ കർത്താവ് മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നു. അത് നമുക്ക് വളരെ ബുദ്ധി ഉപദേശിക്കുന്ന ഒരു കാര്യമാണ്. ഒരു മുന്തിരിത്തോട്ടത്തിലേക്ക് ചില ജോലിക്കാരെ കർത്താവ് വിളിക്കുന്ന, അല്ലെങ്കിൽ ഒരു വീട്ടുടയവൻ, ഒരു മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടയവൻ കുറേ ജോലിക്കാരെ വിളിച്ചു കൊണ്ടുപോകുന്ന ഉപമയെ അവിടെ പറഞ്ഞിട്ടുണ്ട്. അതിൽ നമ്മുടെ ഹൃദയത്തിൽ സ്ട്രൈക്ക് ചെയ്യുന്ന ഒരു ഭാഗമുണ്ട്. 20-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം. ഈ പിമ്പന്മാർ 1 മണി നേരം മാത്രം വേല ചെയ്തിട്ടും നീ അവരെ പകലത്തെ ഭാരവും വെയിലും സഹിച്ച ഞങ്ങളോട് സമമാക്കിയല്ലോ. കണ്ടോ, ഒരു മാനുഷിക വേദന. ഈ വേദന ഉള്ളവരാണ് ലോകത്തിൽ 99% മനുഷ്യരും. ഒരു മാനുഷിക സ്വഭാവമാണ്. മനുഷ്യൻ്റെ ഒരു ബലഹീനനാണ്. അവനെക്കുറിച്ച് വലുതായി ചിന്തിക്കുന്നു. മറ്റുള്ളവരെ ഒരുവൻ മാനിക്കുന്നത് അവൻ്റെ ഹൃദയം കൊണ്ട് അവനെ വിശ്വസിക്കാൻ ഒക്കുന്നില്ല, ഒത്തുകൊള്ളുവാൻ ഒക്കുന്നില്ല, ഉൾക്കൊള്ളുവാൻ ഒക്കുന്നില്ല. അതിൽ വിശുദ്ധന്മാരും അശുദ്ധന്മാരും ദൈവമക്കളെന്ന് അവകാശപ്പെടുന്നവരും എല്ലാ ജാതി മത വിഭാഗ സഭാ വിഭാഗ നേതാക്കന്മാരും എല്ലാവരും ഉൾപ്പെടുന്നു. ദൈവം ഒരുവനെ മാനിക്കുന്നത് കാണുമ്പോൾ നമ്മുടെ ഹൃദയം തകർന്നു പോകുന്നു. അയ്യോ, അവനോട് സമമാക്കിയല്ലോ. ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടു, ഞാൻ ഇത്രയും വേല ചെയ്തു, ഇത്രമാത്രം ഞാൻ പകലത്തെ വെയിലും ആ കണ്ണുനീരും കഷ്ടതയും ഒക്കെ ദാഹവും ഒക്കെ സഹിച്ചു. എങ്കിലും നീ എന്നെ അവനോട് സമമാക്കിയല്ലോ. മനുഷ്യൻ ഈ സ്വഭാവത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ചെങ്കിൽ മാത്രമേ അവനെ സ്വർഗത്തിൽ ദൈവത്തിന് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ. ഒരു പക്ഷെങ്കിൽ
അവൻ ഒരു ക്രിസ്ത്യാനിയായിരിക്കാം, കർത്താവിനെ സ്നേഹിച്ചവനായിരിക്കാം, കർത്താവിനെ പിൻപറ്റിയവനായിരിക്കാം, കർത്താവിൻ്റെ പുറകെ ഇറങ്ങി ഒരുപാട് യാതനകളൊക്കെ സഹിച്ചവനായിരിക്കാം, സ്നാനപ്പെട്ടവനായിരിക്കാം, പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചവനായിരിക്കാം, അന്യഭാഷ പറയുന്നവനായിരിക്കാം, ലോകത്തിൽ വലിയ ഒരു പ്രീച്ചർ, ഒരു പ്രസംഗിയായിരിക്കാം, ഒരു സഭാ നേതാവായിരിക്കാം, ഒരു സാധാരണക്കാരനായിരിക്കാം, യഹൂദനായിരിക്കാം, അന്യജാതിക്കാരനായിരിക്കാം. അവൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെയൊരു വേദന നിലനിൽക്കുന്നവനാണെങ്കിൽ അവനെ സ്വർഗത്തിൽ കൊണ്ടിരുത്തുവാൻ ദൈവത്തിന് കസേരയില്ല. അവിടുത്തെ ഒരു കസേരയും അവനെ തൃപ്തിപ്പെടുത്തുകയില്ല. അവിടുത്തെ ഒരു മാന്യതയും ഒരു സിംഹാസനവും അവനെ തൃപ്തിപ്പെടുത്തുകയില്ല. എന്നാൽ തൃപ്തിപ്പെടുത്തുന്നതായ, സ്വയം തൃപ്തിപ്പെടുന്നതായ ചില ജീവിതങ്ങളെ ഭൂമിയിൽ വെച്ച് ദൈവത്തിന് മരുക്കിയെടുക്കേണ്ടതായിട്ടുണ്ട്. മനുഷ്യരെല്ലാം ഇങ്ങനത്തെ ഒരു സ്വഭാവമുള്ളവരായതുകൊണ്ട് മനുഷ്യനെ തള്ളിക്കളയുകയല്ല കർത്താവ് ചെയ്യുന്നത്. അവരെ നല്ലത് പറഞ്ഞു കൊടുത്ത് അവൻ സ്വയം തന്നെ താഴ്ത്തുന്ന ഒരനുഭവത്തിലേക്ക് അവനെ മാറ്റിയെടുക്കണം. കർത്താവ് ഉപമയുടെ അവസാനത്തിൽ പറഞ്ഞത്, ആ വീട്ടുടയവൻ അല്ലെങ്കിൽ ആ മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടയവൻ പറഞ്ഞ വാക്ക്, സഹോദര, ഞാൻ നിന്നോട് പറഞ്ഞതൊത്തത് നിനക്ക് തന്നില്ലേ? ഞാൻ മറ്റുള്ളവന് കൊടുക്കുന്നത് എന്താണെന്ന് നീ നോക്കേണ്ട ആവശ്യമില്ല. ഒരിക്കൽ ഒരു കർത്താവിൻ്റെ ഒരു വിലയേറിയ ദാസൻ തൻ്റെ സന്ദേശത്തിൽ ഒരു വാചകം ചേർത്തു. 2-3 സഹോദരങ്ങൾ ഒന്നിച്ചിരുന്ന് മാന്യരായിട്ടുള്ളവർ അല്ലെങ്കിൽ ഉപദേശിമാർ, പിതാക്കന്മാർ, ശുശ്രൂഷകന്മാർ, പുരോഹിതന്മാർ, സാധാരണപ്പെട്ട വിശ്വാസികളോ അല്ലെങ്കിൽ അവിശ്വാസികളോ ആരെങ്കിലും ആയിക്കട്ടെ, കുറച്ച് സമൂഹം ഒന്നിച്ചിരിക്കുമ്പോൾ ആ ട്രാൻസ്പെറൻ്റ് അല്ലാത്ത കപ്പിൽ കൂടെ നമ്മൾ എല്ലാവർക്കും വെള്ളം അല്ലെങ്കിൽ എന്തെങ്കിലും കുടിക്കുവാൻ നമ്മളൊന്ന് വിതരണം ചെയ്ത് നോക്കൂ. എന്താണ് നമ്മുടെ മനസ്സിൽ? നാം ഒരു കപ്പ് എടുത്തതിന് ശേഷം നമ്മുടെ കണ്ണ് മറ്റേ കപ്പിലേക്ക് പോകും. എനിക്ക് വെള്ളം തന്നു, അവനെന്താണ് കൊടുത്തത്? അങ്ങനെ നമ്മുടെ കണ്ണിൽ എപ്പോഴും ഒരാഗ്രഹം, എനിക്ക് വെള്ളമാണ് കിട്ടിയത്, മറ്റവന് പാലാണോ കൊടുത്തത്, ജ്യൂസാണോ കൊടുത്തത്, എനിക്ക് മാത്രമാണോ വെള്ളം തന്നത് എന്നുള്ളതായ ഒരു ഭാരം ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിലുണ്ടാകും. ആ കർത്താവിൻ്റെ ദാസൻ തൻ്റെ സന്ദേശത്തിൽ കൂടെ പറഞ്ഞത്, ഒരു ദൈവഭക്തനാണ് നീ എങ്കിൽ നിൻ്റെ ഹൃദയം പറയും, കർത്താവേ, നീ എനിക്ക് വെള്ളം തന്നു, അതിനായി സ്തോത്രം. നിനക്ക് കിട്ടിയ വെള്ളത്തിന് വേണ്ടി ദൈവത്തെ സ്തുതിക്കും. അന്യവൻ്റെ പാത്രത്തിൽ അവന് പാലാണോ ജ്യൂസാണോ സൂപ്പാണോ കൊടുത്തത്, അതെൻ്റെ വിഷയമല്ല. ദൈവം എനിക്ക് വെള്ളം തരാമെന്ന് പറഞ്ഞു. ഞാൻ ഇതിനു പോലും യോഗ്യനായിരുന്നില്ല. പക്ഷെങ്കിൽ തൻ്റെ ദയ കൊണ്ട്, തൻ്റെ കരുണ കൊണ്ട് ഞാൻ അന്യനും പരദേശിയും യോഗ്യതയില്ലാത്തവനും ആരും വേലയ്ക്ക് വിളിക്കാത്തവനും അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവനും വഴിവെക്കിലൊക്കെ മെനക്കെട്ട് നിന്ന എന്നെ ദൈവം വിളിച്ചു കൊണ്ടുവന്ന് ഈ ഒരു കാശിന് യോഗ്യനാക്കി എന്നെ മാറ്റി. അതാണ് സ്തോത്രം. ഒരു ഭക്തൻ്റെ നിലപാട് ആ രീതിയിലാണ്. എന്നാൽ നിൻ്റെ ജീവിതത്തിൽ മരിക്കാത്ത മനുഷ്യത്വം നിലനിൽക്കുന്നുവെങ്കിൽ, ദൈവിക സ്വഭാവം നിന്നിൽ കടന്നു വന്നിട്ടില്ല എങ്കിൽ, നീ എത്ര വലിയ വ്യക്തിയാണെങ്കിലും നിൻ്റെ കണ്ണ് മറ്റുള്ളവൻ്റെ കപ്പിലേക്ക് നീ പോകും. ദൈവത്തിനും സ്തോത്രം. എനിക്ക് വെള്ളം തന്നിട്ട് അവന് സൂപ്പ് എങ്ങനെ കൊടുക്കുവാൻ കഴിയും? അവൻ ഏറ്റവും ചെറിയവനല്ലേ? ഞാൻ അവനേക്കാൾ എത്ര മാന്യതയുള്ളവനാണ്. എന്നെ ക്ഷണിച്ചത് വളരെ മാന്യതയോടുകൂടിയല്ലേ എന്നുള്ളതായ ഒരു വാശി. നമ്മളെല്ലാവരും അറിഞ്ഞും അറിയാതെയോ ഇങ്ങനെയൊരു മത്സര സ്വഭാവത്തിന് അധീനരാണ്. കർത്താവ് ആ സ്വഭാവം കണ്ടു. നമ്മളിലെ താഴ്ചയെ ദൈവം കണ്ടു. അതുകൊണ്ടാണ് കർത്താവ് ഈ ഭൂമിയിൽ വന്ന് പറഞ്ഞത്, നാം പിന്തിരിഞ്ഞ് അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തെ നാം വിട്ടുവിട്ടിട്ട് മനം തിരിഞ്ഞ് നാം ശിശുക്കളെ പോലെ ആകണം. ഒരു ശിശുവിന് പാല് കൊടുത്താലെന്താ, വെള്ളം കൊടുത്താലെന്താ? അത് ആർത്തിയോടെ അതിൻ്റെ ദാഹത്തിന് കുടിക്കും. മറ്റുള്ളവർക്ക് പാല് കൊടുത്തതും സൂപ്പ് കൊടുത്തതും ഒരു ശിശുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമല്ല. അവന് കുടിക്കുവാൻ വെള്ളം കിട്ടിയതിൽ അവൻ ചിരിക്കും, സന്തോഷിക്കും. ആ വെള്ളം കൊടുത്തവരോട് അവൻ താങ്ക് യു പറയും. ദൈവത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, ദൈവത്തിൻ്റെ സന്നിധിയിൽ മനുഷ്യൻ എങ്ങനെ ആയിരിക്കണം? ഇങ്ങനെ തൃപ്തിയുള്ള ചില ഹൃദയങ്ങളെ ദൈവം രൂപാന്തരപ്പെടുത്തി അവരുടെ ജീവിതത്തിൽ തൻ്റെ ഹിതം പോലെ
അവരുടെ പ്രവൃത്തികളിൽ ദൈവം ചില അനുഗ്രഹങ്ങൾ കൊടുക്കും. നാം നമ്മെ തന്നെ താഴ്ത്തുന്നവരും ദൈവം നമ്മിൽ കൂടെ കാണിച്ചതായ ദയയ്ക്ക് ദൈവത്തോട് നന്ദിയുള്ളവരും മറ്റുള്ളവരെ ദൈവം മാനിക്കുന്നത് കണ്ട് നമ്മുടെ ഹൃദയം സന്തോഷിക്കുന്നവരുമാണെങ്കിൽ നമ്മെ സ്വർഗത്തിൽ കൊണ്ടുപോയി ദൈവത്തിന് ചില കാര്യങ്ങൾ ചെയ്യിക്കുവാനുണ്ട്. നമ്മെ കാണിച്ചുകൊണ്ട് ദൈവത്തിന് ഈ ലോകത്തോട് സംസാരിക്കാൻ ചില സുവിശേഷത്തിൻ്റെ വാതിലുകൾ തുറക്കേണ്ടതായിട്ടുണ്ട്. നാം സുവിശേഷത്തിന് ശത്രുവോ മിത്രമോ? നാം മറ്റുള്ളവരെ ബഹുമാനിക്കുന്നത് കണ്ട് നമ്മുടെ ഹൃദയം നമ്മെ തന്നെ നാം അശുദ്ധമാക്കുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഒരു പൈശാചിക സ്വഭാവത്തിന് അധീനമാകുന്ന സ്വഭാവത്തിന് നമുക്ക് വിടുതൽ കിട്ടുന്നില്ല എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കുകയില്ല. നമ്മൾ ചെയ്തതിന് മാത്രം നമുക്ക് കൂലി കിട്ടും. നമുക്ക് ചെയ്യാത്തതിനും കൂടെ കൂലി കിട്ടണമെങ്കിൽ, നാം അർഹിക്കാത്ത ചില കൂലിക്ക് നമ്മളെ യോഗ്യരാക്കണമെങ്കിൽ നമ്മുടെ മനസ്സിൽ അങ്ങനെയുള്ള ഒരു ചിന്ത പാടില്ല. കർത്താവിനെ അലഞ്ഞു തിരിയുന്ന ദേശത്തു നിന്ന് വിളിച്ചുകൊണ്ട് വന്നു. ആർക്കും വേണ്ടാത്ത എന്നെ ദൈവം കണ്ടു, എന്നെ സ്നേഹിച്ചു, എൻ്റെ കുഞ്ഞുങ്ങളെ സ്നേഹിച്ചു, എൻ്റെ കുടുംബത്തെ സ്നേഹിച്ചു, എൻ്റെ വംശത്തെ സ്നേഹിച്ചു, എൻ്റെ ദേശത്തെ സ്നേഹിച്ചു. തൻ്റെ പുത്രന്മാരെ ആക്കി മാറ്റുവാൻ ദൈവം കാണിച്ച മഹാദയയ്ക്കായി സ്തോത്രം. ഈ പ്രഭാതത്തിൽ എത്ര പേർക്ക് അതേറ്റു പറയുവാൻ കഴിയുന്നുണ്ട്? ദൈവം എനിക്ക് യോഗ്യമല്ലാത്ത അനേക നന്മകൾ തന്നു. അലഞ്ഞു തിരിയുന്നവനായിരുന്നു, ആരും വിളിക്കാത്തവനായിരുന്നു. അതേ അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ ചിലരോട് ആ വീട്ടുടയവൻ അല്ലെങ്കിൽ ആ മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടയവൻ അയച്ച ബാല്യക്കാരോട് പറഞ്ഞത്, നിങ്ങൾ എന്തിനാണ് ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ആ 7-ാം വാക്യം ഒന്ന് വായിച്ചു നോക്കൂ. ഞങ്ങളെ ആരും കൂലിക്ക് വിളിക്കായി കൊണ്ടത്രേ എന്നവർ പറഞ്ഞപ്പോൾ അവർ പറയുകയാണ്, കമാൺ, നിങ്ങളും മുന്തിരിത്തോട്ടത്തിലേക്ക് ചെല്ലുവീൻ എന്ന് പറഞ്ഞു. അവർക്ക് വളരെ സന്തോഷം. ഉച്ച കഴിഞ്ഞ് 3 മണിയാകുന്നിടം വരെയും ആരും വിളിക്കാതെ ചന്തസ്ഥലത്ത് മെനക്കെട്ട് നിൽക്കുന്ന ചില വ്യക്തികളെ ദൈവം കണ്ടു. ദൈവം അവരെ വിളിച്ചു. അവരാണ് നമ്മൾ. നാം ആ 3-ാം മണി നേരത്ത് വിളിക്കപ്പെട്ടവരാണ്. അങ്ങനെയെങ്കിൽ ദൈവം പ്രതിഫലം കൊടുക്കുമ്പോൾ സ്തോത്രം, നാം നട്ടിട്ടില്ലാത്തത്, വെട്ടിയിട്ടില്ലാത്തത്, നാം കൂട്ടിയിട്ടില്ലാത്ത അനേക കാര്യങ്ങൾ നമുക്ക് വേണ്ടി ദൈവം ഒരുക്കുകയാണ്. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, കാത് കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. എങ്കിലും നിങ്ങൾക്കോ പരിശുദ്ധാത്മാവിനാൽ അത് ബോധ്യമായിരിക്കുന്നു. എന്താണ് അത് ബോധ്യം? മറ്റുള്ളവരെ മാനിക്കുന്നത് നമ്മൾ കണ്ട് സന്തോഷിക്കണം. നമ്മെക്കൊണ്ട് ദൈവത്തിന് വലിയ പ്രവൃത്തികൾ ചെയ്യുവാനുണ്ട്. നമ്മെ കാണിച്ചുകൊണ്ട് ദൈവം പലരെ ഈ സ്നേഹത്തിലേക്ക് കൊണ്ടുവരാനുണ്ട്. ഗോഡ് ബ്ലെസ് യു.